ഓ 2 മിനിറ്റ് ഉള്ളൂ ഇത്. ഓക്കെ. എൻ്റെ ഒരു 4 വർഷം അല്ല 5 വർഷം കൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഡ്രീമാണ് ഇപ്പോൾ നടക്കുന്നത്. ഫീൽഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നതല്ലേ, അപ്പൊ ഇവൻ വേറെ രീതിയിലോട്ട് പോകുമെന്നൊക്കെ ഉള്ളത്. പക്ഷെ അവനെ കറക്റ്റ് വേ ആണ് ചൂസ് ചെയ്തത്. പിന്നെ അവന്റെ ഡ്രീം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവന്റെ ഒപ്പം നിന്നു. പാരന്റ്സ് ഇവൻ കറക്റ്റ് ഇതാണ് ചൂസ് ചെയ്തതെന്ന് പറയണമെങ്കിൽ കണ്ണാപ്പി ലക്കി. അങ്ങനെയൊക്കെ എല്ലാ പാരന്റ്സും പറയത്തില്ല. ഒരു മകനെന്ന രീതിയിൽ കുറച്ച് കുരുത്തക്കേടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. സോ ഫൈനലി കഴിവുള്ളവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുത്തില്ല. പക്ഷേ ഇതെന്റെ തലയിലെഴുത്താണെന്ന് കരുതി ഇനിയും സമാധാനിക്കാൻ ഞാൻ തയ്യാറല്ല. തലയിലെഴുത്ത് തിരുത്തി കുറിക്കാനായി പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനിഷ്യേറ്റീവ് എടുത്ത് സ്ട്രീം ചെയ്ത് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ബിൽഡ് ചെയ്യാന്നുള്ളത് ഒരുപാട് പേര് ചെയ്തിട്ടുള്ള കാര്യമല്ല. അതിൽ വൺ ഓഫ് ദ ഒരാൾ അവനായിരുന്നു. അവൻ്റെതായിട്ടുള്ള ഈ ഒരു ഏജിൽ അവനെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. കണ്ണപ്പിന്റെ അനിയൻ, അമ്മമ്മ, അച്ഛനമ്മ, ഇവരൊക്കെ ആരാ? നൈസല്ലേ ഗൈസ്? നിങ്ങൾ അവിടെ ഇരുന്ന് ഇത് കണ്ടോ? സിൽവർ പ്ലേ ബട്ടൺ കണ്ടോ? ഞാൻ ഇവിടെ ഒരു ആണി കുത്തിയിട്ടിട്ട് 2 വർഷമാവാറേ ഗൈസ്. സിൽവർ പ്ലേ ബട്ടൺ തൂക്കിടാൻ വേണ്ടി എന്റെ ചെവരിൽ ഇവിടെ ഒരു ആണിയുണ്ട്. ആ വെറും ആണിയാ. എല്ലാരും ചോദിക്കും ആണി എന്തിനാ ആണി? ഞാൻ പറയുന്നത് എന്റെ സിൽവർ പ്ലേ ബട്ടൺ വരാൻ വേണ്ടിയാണെന്നും പറഞ്ഞിട്ട് ഗൈസ്. പക്ഷെ നമുക്ക് ഇനി വെറും 600 സബ്സ്ക്രൈബർ മതി ഗൈസ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.